ഹലോ ഗായ്സ്, എല്ലാവരും അടിപൊളിയല്ലേ? ഇപ്പൊ ഞാൻ പോകുന്നത് വേറെ എങ്ങോട്ടല്ല, നമ്മുടെ കുരുട്ടിന്റെ പേരൻസ് മീറ്റിംഗ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പേരുള്ള ദിവസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേരൻസ് മീറ്റിംഗ് ദിവസമാണ്. ഞങ്ങൾ ചെന്നത് സ്കൂളിൽ വിട്ട സമയമായിരുന്നു. അതേപോലെ തന്നെ ഏറ്റവും സന്തോഷമുള്ള സമയം എന്ന് വെച്ചാൽ ഈ സ്കൂളിൽ വിട്ട് വരുന്ന ഈ കൊച്ചു പിള്ളേരെ ഈ കളിയും ചിരിയും കാണുമ്പോൾ എനിക്ക് സത്യം പറയാം കണ്ണിന്ന് വെള്ളം വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. വേറെ ഒന്നല്ല, ഞാൻ പഠിച്ച ഈ സ്കൂളിലാണ്. ഒരു സമയത്ത് കുറെ മെമ്മറീസ് തന്നൊരു സ്കൂളായിരുന്നു കേട്ടോ എനിക്കിത്. ആ നിമിഷം എനിക്ക് തോന്നിയൊരു കാര്യം, 24 വാച്ച് ഉണ്ടായിരുന്നെങ്കിൽ വല്ല കറങ്ങി പഴയ കാലത്തൊക്കെ ഒന്ന് പോയിരുന്നു. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാലം കേട്ടോ. അങ്ങനെ പിള്ളേരെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പേരൻസ് മീറ്റിംഗ് പേരൻ്റായിട്ട് വന്നേക്കുന്നത് വേറെ ആയില്ല, എൻ്റെ അമ്മ തന്നെ. ഞാനെന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു ഡ്രൈവർ. പേപ്പറിലുള്ള മാർക്കെല്ലാം അറിയാമെങ്കിലും പിന്നെ അത് കിട്ടുമ്പോൾ ഒരു പുതുമ. ഇവൾ ഇത്രയും തന്നെ ആയിരുന്നു വാങ്ങിച്ചത്. പിന്നെ അതൊരു അരമണിക്കൂർ അമ്മയ്ക്ക് അവിടെ ഇരുന്ന് പഠിക്കണം. അവള് പിന്നെ ലാബ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവള് മുങ്ങി അവിടെ. പിന്നെ ഒരു മണിക്കൂർ ഞാൻ പോസ്റ്റ് ആയിരുന്നു. അമ്മ എന്ത് ചെയ്താലും വരത്തില്ല. അവള് വന്നിട്ട് ടീച്ചറിനെ കണ്ടിട്ട് അമ്മ പോകത്തുള്ളൂ. ആ പേപ്പറും കൂടെ ഉള്ള ടീച്ചേഴ്സിന്റെ അടുത്ത് പോകാതെ എൻ്റെ അമ്മയ്ക്ക് സമാധാനം വരത്തില്ല. ഞാൻ കരുതി എൻ്റെ അമ്മയ്ക്ക് മാത്രമാണ്. പിന്നെയാണ് മനസ്സിലായത് അവിടെ ഇവിടെ എല്ലായിടത്തും ടീച്ചേഴ്സിന്റെ അടുത്ത് കൂട്ടം കൂടി പേരൻസ് ഇപ്പോൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും, എല്ലാ സൈഡിലും പേരൻസ് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ കുരുട്ട് കണ്ടേ ലാബ് കഴിഞ്ഞിട്ട് എത്തി. അമ്മ എന്ത് ചെയ്യുക അവിടെ നിന്ന് എത്തി വലിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. വേണ്ട, കയറി കഴിഞ്ഞാൽ കിട്ടുമല്ലോ. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ഒരു പഴയകാലം എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ സകല ഉടായ്പ ഇവക്കൊണ്ടല്ലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. അയ്യോ, ഒരു കൊലച്ചിരി അല്ലേ ആ മോന്തയ്ക്ക് കാണുന്നത്. പറഞ്ഞു തീർന്നില്ല, അനുമ്മ നമ്മുടെ ഫേസ് മാറി. ഇനി ഒരു അരമണിക്കൂർ ഉപദേശം. ഇനി കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ സിറ്റുവേഷൻ വഷളാവുന്ന നല്ലപോലെ മനസ്സിലായതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് ഇറങ്ങി. അമ്മയ്ക്ക് അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് വിട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വേറെ നാളെ കിട്ടിയോണ്ട് ഞാൻ കരുതി കുറച്ചെന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ. എനിക്ക് നല്ലൊരു അടി തന്നെ അവളെ തന്നു. കണ്ണിക്കണ്ട എന്തൊക്കെയോ ഭാര്യ അത് മേടിച്ചു കൊടുത്തിട്ട് അത് പോരാ നമുക്ക്. അവൾക്ക് നല്ല വിശപ്പുണ്ടെന്ന്. ഉച്ചയ്ക്ക് കഴിച്ചതെല്ലാം നമ്മുടെ 2 ഡയലോഗ് കേട്ടപ്പോൾ ദഹിച്ചെന്ന്. പിന്നെ നമ്മളിത് കുറെ അനുഭവിച്ചിട്ടുണ്ടായോണ്ട് മേടിച്ചു കൊടുക്കാന്ന് കരുതി. ഫുഡ് കണ്ടതും അവളുടെ എല്ലാം മാറി. പിന്നെ അത് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.